ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി ഓവർഫ്ലോൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പെട്രോൾ ഓവർഫ്ലോ പൈപ്പിൽ കൂടെ ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോകാം. അപ്പോൾ നമ്മളതിൻ്റെ കാർബറേറ്റർ അസംബ്ലി അഴിച്ച് ചെക്ക് ചെയ്തായിരുന്നു. കാർബറേറ്റർ അസംബ്ലി നോക്കുന്ന സമയത്തുണ്ടല്ലോ, അത് ഈ ഫ്ലോട്ട് വാൽവ്, ഈ വാൽവ് കയറി ആ കാർബറേറ്ററിനകത്ത് ജാമായി എന്നാണ് കംപ്ലൈൻറ്റിൻ്റെ കാരണം. അതായത് ഇവിടെ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്രോള് നിറയണതിനനുസരിച്ച് ഇതിങ്ങനെ അടഞ്ഞു പോകണം. പെട്രോള് ഇല്ലാത്തപ്പോൾ ഇങ്ങനെ തുറന്നു വരികയും പെട്രോൾ ഫില്ലാകുമ്പോൾ അടയുകയും ചെയ്യണം. ഇതിങ്ങനെ തുറന്നു വന്നിട്ട് അത് അടയുന്നുണ്ടായില്ല. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് കേട്ടോ. അത് ശരിക്കും കാർബറേറ്ററിനകത്ത് വരുന്ന, അതായത് പെട്രോളിൽ ആഡ് ചെയ്ത് വരുന്ന കെമിക്കലിൻ്റെ റിയാക്ഷൻ മൂലം സംഭവിച്ചതാണ്. കാരണം നമ്മുടെ ഈ അലുമിനിയം ബോഡിയാണ് കാർബറേറ്ററിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ അലുമിനിയം ബോഡിയാണ്. അപ്പോൾ അത് പെട്രോളുമായിട്ടുള്ള റിയാക്ഷനാണ്. കാരണം ഇപ്പോഴത്തെ പെട്രോൾ വന്നത് E20 ബേസ്ഡ് പെട്രോളാണ്. എത്തനോളാണ് അതിനകത്ത് 20% വരാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്ഷനും റിയാക്ഷനാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പം നിലവിൽ നമുക്കതിന് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ഈ ഫ്ലോട്ട് വാൽവ് ഒന്ന് മാറ്റിയിടണം. അതേപോലെ തന്നെ ആ വാൽവ് വന്ന് അടയണ ഭാഗം നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിലും കുറേ അഴുക്കുകളൊക്കെ ഉണ്ട്. ആ അഴുക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. ഇതുണ്ടോ, കാർബണൊക്കെ ഉണ്ട്, ആ പൊടിയൊക്കെ വന്ന് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. പക്ഷേ ഈ ഇങ്ങനത്തെ പ്രോബ്ലം ഉള്ള വണ്ടിയുടെ കാർബറേറ്റർ വീണ്ടും പ്രോബ്ലം കാണിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം സെയിം പെട്രോൾ തന്നെയാണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ്സ് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാ കാർബറേറ്ററുകൾക്കും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ മാത്രമാണ് അങ്ങനെ കാണിക്കാറ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം, ശരിക്കും ഒരു പൗഡർ പിടിച്ചാണ് കണക്കാണ് ഇവിടെ ഇരിക്കുക. അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് വെള്ളച്ച്. അപ്പോൾ അത് ക്ലീനർ അടിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. വീണ്ടും കൂടുതലായിട്ട് റിപ്പീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാർബറേറ്റർ അസംബ്ലി പാടി, അതായത് ഫുൾ സെറ്റ് യൂണിറ്റ് മാറ്റി വയ്ക്കാനാണ് തരുള്ളൂ. തൽക്കാലം നമുക്ക് ഫ്ലോട്ട് വാൽവ് മാറ്റി കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതിനുശേഷം ചെക്ക് ചെയ്യുക. വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. വണ്ടി എന്തിനും വൈകുന്നേരത്തേക്കാണ് തീരുള്ളൂ, കുറച്ച് ലേറ്റായിട്ടേ തീരുള്ളൂ. വിളിക്കാം കേട്ടോ കഴിഞ്ഞ